ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി കോർണറിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ മലയാളം കേരള പാഠാവലി ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കോവിഡ് കാരണം 2 വർഷമായി പരീക്ഷകളൊന്നും നടക്കാത്തത് കാരണം 2019-20 കാലയളവിലെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 2 മണിക്കൂറാണ് കൂട്ടുകാർക്ക് സമയം ലഭിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിർദ്ദേശങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. 2. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ 1ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. 3. ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യ നമ്പറിനൊപ്പം A, B എന്നിങ്ങനെ എഴുതണം. പരീക്ഷയോടനുബന്ധിച്ച് കൂട്ടുകാർ ഇതുപോലെയുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ നോക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നതിനെപ്പറ്റി ഏകദേശം രൂപം കൂട്ടുകാർക്ക് ലഭിക്കും. ഞാൻ ചോദ്യങ്ങൾ മാത്രമേ വായിച്ചു തരുന്നുള്ളൂ. ഉത്തരങ്ങൾ കൂട്ടുകാർ സ്വന്തമായി കണ്ടെത്തണം. മാത്രമല്ല, ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിലൂടെ കൂട്ടുകാരുടെ അറിവ് വർദ്ധിക്കുകയും പരീക്ഷ വളരെ ഈസിയായി എഴുതുവാനും കഴിയും. നമുക്ക് പ്രവർത്തനം 1 വായിച്ചു നോക്കാം. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. താഴെ കാണുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം എഴുതുക. മഴയിലൂടെ ആകാശം ഭൂമിയെ തൊട്ടു, എന്നെയും. കാടാകെ പൊഴിഞ്ഞുകിടക്കുന്ന ഇലകൾക്കിടയിൽ നിന്നും ചെറുപ്രാണികൾ ഒന്നാകെ മഴക്കാഴ്ച കാണാനും മഴയിൽ അലിയാനും വൃക്ഷങ്ങൾക്കിടയിലൂടെ ഉയർന്നു പൊങ്ങി. പൊടുന്നനെ ചില കാട്ടുപൂക്കളുടെ സൗരഭ്യം അവിടമാകെ പരന്നു. താഴെ എത്തുന്ന മഴയെ പൊഴിഞ്ഞുകിടക്കുന്ന ഇലകൾ അവയ്ക്കിടയിൽ ഒളിപ്പിച്ചു. പിന്നെയാണ് ഇലകൾ യാത്ര ആരംഭിച്ചത്. അവ ഒഴുകുകയായിരുന്നു. വൃക്ഷവേരുകൾക്കിടയിലൂടെയും എൻ്റെ പാദങ്ങൾക്കരികിലൂടെയും അവ താഴ്വാരങ്ങളെ തേടിപ്പോയി. ചില ചെറുപ്രാണികളും ഉറുമ്പുകളും ഒഴുകുന്ന ഇലകളിൽ തപസ്സിരുന്നു. കാടേത്, കടുവയേത്, ഞാനേത്? എന്നെ നസീർ. 1ാമത്തെ ചോദ്യം നോക്കാം. താഴ്വാരങ്ങളിൽ തേടിപ്പോയത് ആരാണെന്നാണ് ലേഖകൻ പറയുന്നത്? A. മഴ, B. ഇലകൾ, C. പൂക്കൾ. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഈസിയായി ഉത്തരം കണ്ടെത്താം. 2. ഇലകളിൽ തപസ്സിരുന്നത് ആര്? A. ചെറുപ്രാണികളും ഉറുമ്പുകളും, B. പൂക്കൾ, C. മഴ. 3. മഴ എന്നെയും തൊട്ടു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? A. മഴ നനഞ്ഞു, B. മഴ വന്നു, C. മഴ കണ്ടു. 4. ഇലയും മഴയും തമ്മിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന വരി ഏത്? A. ഇലകൾ യാത്ര ആരംഭിച്ചു, B. ഇലകളിൽ തപസ്സിരുന്നു, C. ഇലകൾക്കിടയിൽ മഴയെ ഒളിപ്പിച്ചു. 5. സൗന്ദര്യം എന്ന പദത്തിൻ്റെ അർത്ഥം? A. മണം, B. നിറം, C. സൗന്ദര്യം. പ്രവർത്തനം 2. കത്ത് തയ്യാറാക്കാം. ചെരുപ്പുകൾ കാരണം കാസിമിന് ഒരുപാട് വിപത്തുകൾ വന്നുകൂടി. എല്ലാം സഹിച്ചു കഴിഞ്ഞു അയാൾ ഒടുവിൽ ന്യായാധിപനു മുന്നിൽ ചെരുപ്പുകൾ സമർപ്പിച്ച് ഓടി രക്ഷപ്പെട്ടു. ഏറെ നാളുകൾക്കു ശേഷം കാസിം ന്യായാധിപന് ഒരു കത്തെഴുതുകയുണ്ടായി. കാസിം എഴുതിയ കത്ത് തയ്യാറാക്കുക. കൂട്ടുകാർക്ക് കത്ത് എഴുതുന്നതിൻ്റെ രൂപം അറിയാമല്ലോ. കത്ത് എഴുതുന്നതിൻ്റെ രൂപം എന്തായാലും കത്തിലുണ്ടായിരിക്കണം. പ്രവർത്തനം 3. അഭിമുഖ ചോദ്യാവലി. രോഗത്തെ മറികടക്കാൻ ചികിത്സക്കൊപ്പം ചിരിയെ പിൻബലമാക്കിയ പ്രശസ്ത സിനിമാ നടൻ ഇന്നസെൻറ്റുമായി നമുക്ക് ഒരു അഭിമുഖം നടത്താം. അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ചിന്തകളിൽ നിന്നും ഏതാനും ചോദ്യങ്ങൾ തയ്യാറാക്കൂ. 5 ചോദ്യങ്ങളും തയ്യാറാക്കണം. ചുരുങ്ങിയത് 5 ചോദ്യങ്ങളെങ്കിലും തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനം 4 എന്താണെന്ന് നോക്കാം. കഥാരചനയാണ്. നമ്മുടെ നാട്ടിലെ ഒരു കർഷകൻ്റെ ചിത്രമാണ് താഴെ. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ
ചിന്തകളും വൃദ്ധ കർഷകൻ്റെയും കുട്ടിയുടെയും ചിന്തകളും ഉൾപ്പെടുത്തി ഒരു കൊച്ചു കഥ തയ്യാറാക്കൂ. തലക്കെട്ടു നൽകുമല്ലോ. പ്രവർത്തനം 5. അനുഭവക്കുറിപ്പ്. ജീവികളുടെ പരസ്പര സ്നേഹത്തെക്കുറിച്ച് മയിൽപ്പീലി സ്പർശം എന്ന പാഠത്തിൽ നാം മനസ്സിലാക്കി. അപ്പുവിൻ്റെ ഡയറിയിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ മുഖമൊന്നു വാടിയാൽ കുറിഞ്ഞിപ്പൂച്ചക്കറിയാം. അവൾ എന്നെ കാലിൽ തഴുകി ആശ്വസിപ്പിക്കും. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുമില്ലേ അനുഭവങ്ങൾ? അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാർക്കറിയാമല്ലോ. പ്രവർത്തനം 6. തലക്കെട്ടിൻ്റെ പ്രത്യേകത കണ്ടെത്തൽ. പാഠപുസ്തകത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ആത്മകഥാഭാഗം നിങ്ങൾ പരിചയപ്പെട്ടിരുന്നല്ലോ. ഈ തലക്കെട്ട് എത്രത്തോളം അനുയോജ്യമാണെന്ന് വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാർക്കറിയാമല്ലോ, കുറിപ്പ് തയ്യാറാക്കാനൊക്കെ നമ്മൾ പാഠത്തിലൂടെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, പരീക്ഷയുടെ മോഡൽ മനസ്സിലായല്ലോ. കൂട്ടുകാർ പാഠങ്ങൾ നന്നായി വായിക്കുകയും അതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുകയും വേണം. കൂട്ടുകാർക്ക് വളരെ ഈസിയായി പരീക്ഷ എഴുതാൻ കഴിയും.